لله الذي خلق الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا ثم هداه السبيل إما شاكرا وإما كفورا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم فوالله الذي لا إله إلا هو إني رسول الله إليكم خاصة وإلى الناس كافة فوالله لتموتن كما تنامون ولتبعثن كما تستيقظون ولتجزون بالإحسان إحسانا وبالسوء سوءا
صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. في قاب قوسين دنا أو أقربا من عنده هذا النبي المجتبى فرآه عينا وفؤادا مرحبا فسقاه كأس محبة تسنيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عشقا تفخيما صلوا عليه وسلموا تسليما. ഇക്കണ്ട വിശാലമാം വിണ്ടലമുറ്റത്തിങ്കൽ ഗോളനക്ഷത്രങ്ങളെ അമ്മാനമാടിടും ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുറ്റിയും നിത്യമുരുട്ടിടും പ്രപഞ്ചശില്പി ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുട്ടിയും നിത്യമുരുട്ടിടും പ്രപഞ്ചശില്പി നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാലേറ്റുവാങ്ങൂ നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാലേറ്റുവാങ്ങൂ. സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവലോക സിട്ടാവും സർവലോക പരിപാലകനും സർവസംഹാരകനും സർവാധിപതിയും സർവാധിനാഥനും സർവേശ്വരനും സർവസ്വമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്യമായി ഈ സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. പരമകാരുണ്യകനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ വഴികാട്ടികൾ, എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ മണ്ണറകളെ അള്ളാഹു മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം ആരംഭിച്ച ത്രിദിന പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമാണ്. ആദ്യ ദിവസം ലോകാവസാനത്തിന്റെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് മുന്നറിയിപ്പ് നൽകിയ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമടക്കമുള്ള ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നാം പറഞ്ഞു. ഇന്നലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുപ്പൊരുളുകളിലൂടെ നമുക്ക് പകർന്നു തന്ന ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങൾ
യഅ്ജൂജ് മഅ്ജൂജ് ദജ്ജാല് ദാബത്തുൽ അർള് അറഫയിലുണ്ടാകുന്ന ഭൂകമ്പം കഅബയുടെ പൊളിക്കലടക്കമുള്ള അവസാനം ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ അടയാളമായി കഅബാലയം പൊളിക്കപ്പെടുകയും കഅബാലയത്തിന്റെ കല്ലുകൾ ജിദ്ദ കടലിടുക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ എന്നല്ല ലോകത്തിന്റെ മുഴുവനും നിലനിൽപ്പാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തുൽ ഹറാമ ഖിയാമൻ ലിന്നാസി വ അംന, ലോക സമൂഹത്തിന് നിർഭയത്വവും നിലനിൽപ്പുമാണ് കഅബ എന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുർആന്റെ വാക്യത്തിന്റെ അകംപൊരുൾ പോലെ തന്നെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടു പോയ സമൂഹത്തെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഒന്നാമത് ഊതിക്കഴിയുമ്പോൾ ലോകം അവസാനിക്കുകയും സൂര്യൻ ചുരുട്ടപ്പെടുകയും നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴുകയും അന്തരീക്ഷം മുഴുവനും പൊട്ടിപ്പിളർന്ന് തകർന്ന് തരിപ്പണമായി ഭൂമി കിടുകിടാ വിറച്ച് ഭൂമിയുടെ ഉള്ളിലുള്ള അവശിഷ്ടങ്ങൾ മുഴുവനും വെളിയിലോക്കിളങ്ങി വന്യമൃഗങ്ങളും വടവൃക്ഷങ്ങളും പർവ്വതങ്ങളും പൊട്ടിത്തെറിച്ച് അട്ടഹാസത്തോടെ മനുഷ്യന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഗർഭിണികൾ പോലും അറിയാതെ പ്രസവിച്ചു പോകുന്ന മടിത്തട്ടിലെടുത്ത് പാലൂട്ടുന്ന കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മമാര് നിസ്സഹായതയോടെ നിലവിളിച്ചോടുന്ന ലോകത്തിലെ ഏറ്റവും ഭീകരമായ ദൃശ്യമായ ഖിയാമത്ത് നാളിന്റെ അവസാന ഭാഗം പറഞ്ഞാണ് നാം ഇന്നലെ പിരിഞ്ഞത്. പിരിയാൻ നേരത്ത് ഞാൻ പറഞ്ഞിരുന്നു, ലോകാവസാനവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന ഇദശംസു കുവ്വിറത് വ ഇദൻ നുജൂമുൻ ഖദറത് വ ഇദൽ ജിബാലു സുയ്യിറത് വ ഇദൽ ഇഷാറു ഉത്തിലത് വ ഇദൽ വുഹൂഷു ഹുശിറത് വ ഇദൻ നുഫൂസു സുവ്വിജത് വ ഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഖുർആൻ പറയുന്ന സൂര്യൻ ചുരുട്ടപ്പെടുക, നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴുക എന്നതടക്കമുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതുമായി ബന്ധപ്പെട്ട് ആധുനിക ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? നാം ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ തലങ്ങളിലേക്കും അതിന്റെ ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ട്. ഇന്നലെയും മിനിങ്ങാന്നും ഫീ ലൗഹിൽ ഖുർആൻ വൽ ഹദീസ്, ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിലാണ് നാം സംസാരിച്ചത്. നാം എല്ലാവരും ആധുനികർ എന്നതിനപ്പുറം അത്യന്താധുനികരായി മാറുന്ന ഒരു കാലത്ത് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രത്തിന്റെ നിഗമനം എന്താണ് എന്ന് കാതോർത്തിരിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസം അള്ളാഹുവും അവന്റെ പ്രവാചകനും പറയുന്നതിനെപ്പോഴും ശാസ്ത്രം എന്ന് പറയുന്നു അത് വിശ്വസിക്കുന്ന അബദ്ധജടിലമായ ഇന്നൊന്ന് പറയുകയും നാളെ മാറ്റിപ്പറയുകയും ചെയ്യുന്ന സ്ഥിരതയില്ലാത്ത ശാസ്ത്രത്തിന്റെ അഭിപ്രായങ്ങളെ വലിയ വേദാന്തങ്ങളായി കാണുന്നവരാണ് നാം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് ഏറെ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടും ലോകാവസാനം വിളിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്യിൽ സംജാതമാകുന്നുണ്ടോ എന്ന് ഒരു സമകാലീന ചുവരെടുത്തുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് കേട്ടിരിക്കുക. നാം വളരെ നിരുപദ്രവകാരം എന്ന് പറഞ്ഞ് വലിയ അഭിമാനത്തോടെ നാം ചെയ്യുന്ന കാര്യമാണ്. ലോകാവസാനത്തോടനുബന്ധിച്ച് പ്രപഞ്ചം തകരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണം എന്ന് നാം മനസ്സിലാക്കുക. ഇതിന്റെ വെളിച്ചത്തിലൂടെ പറഞ്ഞ് അവസാനം ഇൻഷാ അല്ലാഹ് ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിലെ രണ്ടാമത് ഊതുന്നത് വരെ സമയത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പറഞ്ഞ് ഇന്ന് ബഹുമാനനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ഉൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുമായി ബന്ധപ്പെട്ട സ്മരണീയ പ്രഭാഷണ പരമ്പരയുടെ സമാപനമാണ്. അവസാനം പ്രത്യേകം സലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നല്ല ഒരു ദുആയുടെ സദസ്സ് കൂടി ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമേ ഓരോ ദിവസവും ശ്രോതാക്കൾ കൂടി വരുന്ന ആവേശത്തിന്റെ ഒരു അലകടല് പോലെ ഈ വിഷയം നിങ്ങൾ കേട്ടവരെല്ലാവരും നെഞ്ചിലേറ്റി അതൊരു ചർച്ചാ വിഷയമായി എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കൂടുതൽ ആമുഖത്തിന്റെ ആവർത്തന വിരസതകളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മാത്രവുമല്ല, ഈ ബഹുമാനപ്പെട്ട ജീലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ തന്നെ ഇത് പറയേണ്ട, സൂര്യൻ തകരുന്നത് എങ്ങനെ, ആര് തകർക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് തന്നെയുള്ള ഒരു വലിയ സ്നേഹമായിരിക്കും. കാരണം മഹാനായ മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു വാക്കുണ്ട്, അന്ത തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അന അഖൂലു അന്ത തക്ദിബു വഫീ ഖൽബിക ജമാഅത്തുൻ മിനൽ ആലിഹാത്ത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരിക്കൽ പറഞ്ഞു, നീ ജീവിതത്തിൽ പലവട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല, അല്ലാഹു അല്ലാതൊരു ഖാലിഖില്ല, അല്ലാഹു അല്ലാതൊരു റാസിഖില്ല, അല്ലാഹു അല്ലാതൊരു ജമാലില്ല, അല്ലാഹു അല്ലാതൊരു കമാലില്ല, അല്ലാഹു അല്ലാതൊരു ഷാഫിയില്ല, അല്ലാഹു അല്ലാതൊരു കാഫിയില്ല, അല്ലാഹു അല്ലാതൊരു റാഫിയില്ല എന്നെല്ലാം നീ ജീവിതത്തിൽ പല പ്രാവശ്യം ലാ